ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. അന്വേഷണ സംഘത്തെ നാളെ പ്രഖ്യാപിക്കും. സസ്പെൻഷനിലായ SP സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായി. വിശദാംശങ്ങളുമായി B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ്, ഇത്രയും ദിവസം ഏതാണ്ട് 5-6 ദിവസത്തോളം ഇതിൽ തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി ആ ഫയൽ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ വിജിലൻസ് അന്വേഷണത്തിന് ആ ശുപാർശ, DGPയുടെ ശുപാർശ അംഗീകരിക്കുന്നു. ADGPക്കെതിരായ ആരോപണങ്ങളിൽ ഒരുപക്ഷെ സർക്കാർ തലത്തിലെടുക്കുന്ന ആദ്യത്തെ ഗൗരവമുള്ള ഒരു നടപടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താം, അല്ലേ? വിജയകുമാർ, ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് MR അജിത് കുമാർ തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നെങ്കിലും 2 DGP തല അന്വേഷണം നേരിടുന്ന ആദ്യ ADGPയായി MR അജിത് കുമാർ മാറുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ ഒഴിവാക്കേണ്ടി വരും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിന് കൂടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. DGP ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ ശുപാർശ പ്രകാരമാണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉണ്ടാവുമെന്നത് നാളെയാകും തീരുമാനിക്കുക. ADGP MR അജിത് കുമാറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് DGP വിജിലൻസ് യോഗേഷ് ഗുപ്ത, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം എന്ന കാര്യം ഉറപ്പിക്കാം. നേരത്തെ തന്നെ മുൻ SP ആയ സുജിത് ദാസിനെതിരെ കഴിഞ്ഞ ദിവസം പ്രാഥമിക അന്വേഷണം വിജിലൻസ് ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരത്തെ യൂണിറ്റ് 1 ആണ് ഇത് സംബന്ധിച്ച അന്വേഷണം തുടങ്ങിയിരുന്നത്, പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നത്. ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഷേഖ് ദർവേഷ് സാഹിബ് ശുപാർശ ചെയ്തിട്ട് 5 ദിവസം പിന്നിടുകയാണ്. ഈ ദിവസം അത്രയും സർക്കാർ അനങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സമ്മർദ്ദം കൂടി വരുന്നു. പ്രത്യേകിച്ച് ഘടകകക്ഷിയായ CPIയുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ശക്തമാകുന്നു. ഈ സാഹചര്യത്തിലാണ് MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനിക്കുന്നത്. സുജിത് ദാസിനെതിരെ മലപ്പുറത്ത് SP ഓഫീസ് വളപ്പിലെ മരം മുറിച്ചു കടത്തി എന്ന ആരോപണമാണ് പ്രധാനമായും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ തടി MR അജിത് കുമാറിന് കൂടി കൈമാറി എന്നായിരുന്നു നേരത്തെ PV അൻവർ ഉയർത്തിയ ആരോപണം. ഇതോടൊപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം, ബന്ധുക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനം, തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് സമീപത്തെ കെട്ടിട നിർമ്മാണം, കൂടാതെ മാല പിടിച്ചുപറിക്കൽ സംഘവുമായി ബന്ധം, ഇത്തരം കാര്യങ്ങളാണ് PV അൻവർ ഈ പരാതിയായി ഉന്നയിച്ചിരുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പാകെ PV അൻവർ ഈ നിലയിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് DGP ഷേഖ് ദർവേഷ് സാഹിബ് ഈ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നത്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. നാളെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയാണ്. ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ നീക്കുമോ എന്ന കാര്യം മാത്രമാണ് ഇനി അറിയാനുള്ളത്. വിജയകുമാർ. യെസ്, B ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരു തരത്തിൽ അസാധാരണ സാഹചര്യം തന്നെയാണ്. ADGP ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യുന്ന ADGPക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോഴും ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ തന്നെ തുടരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതിന് ആഭ്യന്തര വകുപ്പ് ആ ചോദ്യത്തിന് ഉത്തരം നൽകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണത്തിൽ DGP നൽകിയ ശുപാർശ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചു. നാളെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി എഴുതി നൽകി. പ്രത്യേക ദൂതൻ വഴി ഇന്നലെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൈമാറിയെന്ന് PV അൻവർ സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ P ശശി ഹൈജാക്ക് ചെയ്യുന്നു എന്നതുൾപ്പെടെ അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. രേഖാമൂലം പരാതി ലഭിക്കാതെ അന്വേഷണം സാധ്യമല്ല എന്നായിരുന്നു CPM നിലപാട്. അതേസമയം ADGPയെ മാറ്റിയില്ലെങ്കിൽ സഖാക്കളെ അണിനിരത്തി എതിർക്കുമെന്ന് PV അൻവർ 24-നോട് പറഞ്ഞു. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലീഡ് സ്റ്റോറി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ കടുത്ത വിമർശനം PV അൻവർ MLA തുടരുമ്പോഴും പാർട്ടിക്ക് മുൻപിൽ പരാതികളൊന്നും ഇല്ലെന്നായിരുന്നു CPIന്റെ വാദം. ഇതോടെയാണ് PV അൻവർ രേഖാമൂലം പരാതി നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ദൂതൻ മുഖേന ഇന്നലെയാണ് പരാതി നൽകിയത്. P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് PV അൻവറിന്റെ ആരോപണം. RSS ADGP കൂടിക്കാഴ്ച, സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ എന്നിവയിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൂഴ്ത്തി എന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിരുന്നു. ഈ പരാതികളിൽ അന്വേഷണം വേണമെന്നാണ് PV അൻവറിന്റെ ആവശ്യം. ഓരോന്നും എണ്ണി പറയുന്നുണ്ട്. അതിപ്പോ ഈ ഒരു ഘട്ടത്തില് പാർട്ടിക്ക് നൽകിയ
എന്താ പറയാ ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയതുകൊണ്ട് അതിപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. പി ശശിയെ സംബന്ധിച്ച് വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ അജിത് കുമാറിന്റെ കരാള ഹസ്തങ്ങൾക്ക് പിന്നിൽ പി ശശി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. PV അൻവർ രേഖാമൂലം പരാതി നൽകിയതോടെ പി ശശിയുടെ കാര്യത്തിൽ CPIM-ന് ഇനി നിലപാട് വ്യക്തമാക്കേണ്ടി വരും. 24 മലപ്പുറം. അതേസമയം അന്വേഷണ റിപ്പോർട്ടിന് കാത്തിരിക്കാതെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണം എന്ന അന്ത്യശാസനവുമായി CPI. RSS നേതാക്കളെ ADGP കണ്ടത് സർക്കാരിന് കളങ്കമാണെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. അന്വേഷണം പൂർത്തിയാകും മുൻപ് MR അജിത് കുമാറിനെ നീക്കണമെന്ന നിലപാടിനോട് യോജിപ്പില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. CPIയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബളെ, റാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് കഴിഞ്ഞ LDF യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. DGPയുടെ അന്വേഷണം തുടരുകയാണെന്നും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല, നടപടിയാണ് വേണ്ടതെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ നയങ്ങളിൽ നിന്ന് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തി. ADGP ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും അത് എഴുതേണ്ടി വന്നത്. വൈകുന്നതിലുള്ള ആശങ്കയാണല്ലോ ലേഖനത്തിൽ കൂടെ വീണ്ടും പങ്കുവച്ചത്. അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാടാണ് CPIM-ന്. RSS നേതാക്കളെ ADGP കണ്ടതും അന്വേഷണ പരിധിയിലുണ്ടെന്നും റിപ്പോർട്ട് വരട്ടെയെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ADGP കുറ്റക്കാരനാണോ അല്ലയോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കർശനമായ നടപടി സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് എന്റെ നിലപാട്. CPIക്ക് LDF-ൽ ഒരു വിലയുമില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. CPI പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? CPIക്ക് മുന്നണിക്കകത്തോ ഗവൺമെന്റിനകത്തോ എന്ത് വിലയാണുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ മാറ്റാൻ കഴിയില്ല, അന്വേഷണം നടക്കുകയാണ്. പിന്നെ പ്രകാശ് ബാബു പറയേണ്ട എന്ത് കാര്യം? അപ്പൊ CPI പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താ മഴ കടക്കുകയാണ്. തെക്കൻ ലെബനനിൽ വ്യോമാക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. വടക്കൻ ഇസ്രായേലിനെ ഹിസ്ബുള്ളയുടെ ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നത്. അതിനിടെ പേജർ ആക്രമണത്തിൽ ആദ്യമായി പ്രതികരിച്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയും രംഗത്തെത്തി. ലെബനനിൽ ഹിസ്ബുള്ളയുടെ വിവിധ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 37ആയി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രാംകുമാർ വിവരങ്ങൾ നൽകും. ഈ വ്യോമാക്രമണം നടക്കുന്നുണ്ട് ലെബനനിൽ പലയിടത്തും, പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം. എന്താണ് വിവരങ്ങൾ? വലിയ നാശനഷ്ടം, ആൾനാശം ഉണ്ടായിട്ടുണ്ടോ? അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? വിജയകുമാർ, പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നു എന്ന ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് IDF ഔദ്യോഗികമായി ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം ആരംഭിച്ചതായിട്ടുള്ള വിവരം പങ്കുവച്ചത്. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വ്യോമാക്രമണം നടത്തുന്നതായി ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ ഇസ്രയേലിൽ നിന്ന് ഈ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുക്കാൻ തുടങ്ങിയതിനു പിന്നാലെ വടക്കൻ ഇസ്രയേലിൽ നിന്ന് ഒട്ടേറെ പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നിരുന്നു. ഈ ജനതയെ മുഴുവൻ തിരിച്ച് വടക്കൻ ഇസ്രയേലിൽ തന്നെ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം ഈ യുദ്ധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിന്റെ യുദ്ധകാല മന്ത്രിസഭ പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെയാണ് ലെബനനിൽ ഹിസ്ബുള്ളയുടെ പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വ്യോമാക്രമണവും തുടങ്ങിയിരിക്കുന്നത്. വടക്കൻ ഇസ്രയേലിലെ ജനതയെ അവിടെ തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് IDF ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത്. ഇതേസമയം ഈ IDF ഈ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന അതേസമയം തന്നെ ലെബനനിൽ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള ടെലിവിഷനിലൂടെ ജനങ്ങളെ
ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഈ പേജർ ആക്രമണവും അതുപോലെ വോക്കി ടോക്കി ആക്രമണങ്ങളും ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് ഹസൻ നസറുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അദ്ദേഹം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായി, ഇസ്രയേലിൻ്റേത് ഒരു സാധാരണ ജനങ്ങളെ പോലും ലക്ഷ്യമിടുന്ന ഒരു അതിനീചമായ ഒരു ആക്രമണമാണ്. ഇത് എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചിരിക്കുന്നു. ഇതിന് തക്കതായ തിരിച്ചടി നൽകും എന്നുള്ള കാര്യമാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി, ഇവർ ഈ പേജർ ആക്രമണം അതുപോലെ വോക്കി ടോക്കികൾ ഇതെല്ലാം പൊട്ടിത്തെറിച്ചത് ഒരു കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഹസൻ നസറുള്ള തന്നെ സമ്മതിക്കുന്നു. എന്നാൽ ഇത് ഒരു തരത്തിലും ഹിസ്ബുള്ളയുടെ ഒരു ശക്തിയെ ഇല്ലാതാക്കുകയോ അവരുടെ ആശയവിനിമയ സംവിധാനങ്ങളെ തകർക്കുകയോ ചെയ്തിട്ടില്ല. ഹിസ്ബുള്ള ഒരിക്കലും മുട്ടുകുത്തുകയില്ല എന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. മൂന്നാമതായി പറഞ്ഞ ഒരു കാര്യം, ഗസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ വടക്കൻ ഇസ്രയേലിലെ ജനതയെ തിരികെ എത്തിക്കാൻ ഒരിക്കലും കഴിയില്ല. ഈ യുദ്ധവും അതുപോലെ തന്നെ ഗസയിൽ ഹമാസിനുള്ള പിന്തുണയും ഹിസ്ബുള്ള തുടരുക തന്നെ ചെയ്യും എന്നും ഹസൻ നസറുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചുള്ള മരണം ഇപ്പോൾ 37ആയി. 300ഓളം പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ്. എസ് വിജയകുമാർ. തെക്കൻ ലെബനിലെ ശക്തി കേന്ദ്രങ്ങളിൽ, ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം നടക്കുന്നത്. ഇക്കാര്യം ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്രമണം തുടരും. ഇസ്രായേലിനെ എല്ലാ ഭീഷണികളിൽ നിന്നും മുക്തമാക്കും വരെ ആക്രമണം തുടരും എന്നാണ് ഇസ്രായേൽ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മുക്കത്ത് വാഹനാപകടം. അമിത വേഗത്തിലെത്തിയ കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. കാറിൽ നിന്ന് തോക്കും മദ്യക്കുപ്പിയും കണ്ടെത്തിയ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഈ തോക്ക് മദ്യക്കുപ്പി ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം മറ്റെന്തോ ആയിരുന്നോ? തോക്കൊക്കെ ആയിട്ടുള്ള യാത്രയാണല്ലോ. എന്താണ് പോലീസ് നൽകുന്ന സൂചന? വിജയകുമാർ, അതിനെക്കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. പക്ഷേ ഈ കാറ് അമിത വേഗതയിലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. അമിത വേഗതയിൽ എത്തിയ കാറ് ഈ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ബൈക്കിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. കാരശ്ശേരി സ്വദേശിയായ സൽമാനും ഇദ്ദേഹത്തിന്റെ ഭാര്യയും. ഇവർ 2 പേർക്കും പരിക്കു പറ്റിയിട്ടുണ്ട്. ഇവരെ നിലവിൽ മുക്കത്തെ KMCT ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ കാറ് ഒരു സ്ഥലത്തേക്ക് നിർത്തിയിട്ടിരുന്നു. ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഇതിൽ നിന്ന് മദ്യക്കുപ്പിയും തോക്കും കണ്ടെത്തിയത്. നാട്ടുകാർ പറയുന്നത് ഈ കാർ ഓടിച്ചിരുന്നവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ്. ഈ കാറിനകത്തുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ അപകടത്തിൽ ഈ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ കാറിനകത്ത് നിന്ന് തോക്കും മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. വിജയകുമാർ. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ കോഴിക്കോട് മുക്കത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ അമിത വേഗത്തിലായിരുന്നു ആ കാർ. അത് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. തോക്കും മദ്യക്കുപ്പിയും ഒക്കെ ഈ വാഹനത്തിൽ നിന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെവിടേക്ക് പോയതാണ്, എന്താണ് ഇവരുടെ ലക്ഷ്യം തുടങ്ങിയ വിവരങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിൽ ഒരു ഇടവേള കൂടി. അമേരിക്കയിലായിരുന്ന നടൻ ജയസൂര്യ കൊച്ചിയിൽ തിരിച്ചെത്തി. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ലൈംഗിക പീഡന പരാതിയിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് ജയസൂര്യ പറഞ്ഞു. കേസിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ജയസൂര്യ വ്യക്തമാക്കി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണും, നമ്മളെന്തായാലും കാണും. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. താങ്കളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതെല്ലാം നമുക്ക് കാണാം, നമുക്ക് കാണാം. അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ. അത് വ്യാജ പരാതിയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അതൊക്കെ എന്താണ്? അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴ അവസാനിക്കുന്നു. ഇനി പോലീസ് ഡയറി. നമസ്കാരം.